നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിയറുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത്, അല്ലാതെ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഗിയർ നമ്മൾ പല കാര്യങ്ങളിലും ഫസ്റ്റ് സെക്കൻഡ് തേർഡും ഫോർത്തും ഒക്കെ ഇടുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. പക്ഷെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് റണ്ണിങ്ങിനനുസരിച്ച് ഗിയറുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ വണ്ടി ബാലൻസ് തെറ്റി പോകുന്നു. അപ്പൊ കൃത്യമായിട്ടൊരു ഗിയർ കറക്റ്റ് ആയിട്ട് പൊസിഷൻ എവിടെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇടാൻ കഴിയുന്നില്ല. അപ്പൊ എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഗിയർ മനസ്സിലാക്കി ഗിയർ ഇടുക? അതുപോലെ പ്രത്യേകിച്ച് പലർക്കും സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടാനും അതുപോലെ തന്നെ തേർഡിൽ നിന്ന് സെക്കൻഡ് ഇടുവാനാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ സിമ്പിൾ ട്രിക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓടിക്കാൻ കഴിയും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു ലൈക്ക് കൊടുത്തരാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലരും ലൈസൻസും വാഹനം വീട്ടിലുണ്ടായിട്ട് പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട്, പല കാരണങ്ങളാൽ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, അതായത് ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. വണ്ടി ഓടിക്കണമെന്ന് വലിയായ ആഗ്രഹമുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രാക്ടീസ് പറ്റില്ല, ലൈസൻസ് അതിന് ശേഷം 3-4 പേരുടെ പ്രാക്ടീസിന് പോയതല്ലേ, അപ്പൊ നിർത്തിക്കോ, ഇനിയിപ്പം കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 70-75 വയസ്സുള്ള അമ്മച്ചിമാരും അതുപോലെ 80-85 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതേണ്ടത്, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു ഗിയർ നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും വണ്ടി ഓടിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. ആദ്യമേ നമ്മുടെ വാഹനത്തിൽ കയറിയിരുന്ന വീട്ടിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ പോയിന്റുകൾ മനസ്സിലാക്കണം. അതായത് ഇങ്ങേറ്റത്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, റിവേഴ്സ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്തും സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്തും ഏത് ഗിയർ ഇടുന്ന സമയത്തും നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ നേരെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ആദ്യമേ എന്ത് ചെയ്യണം, ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിക്കുക. ഫുള്ള് ചവിട്ടി പിടിച്ചതിന് ശേഷം ഇത് കണ്ടല്ലേ, നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് ചേർത്ത് കൊണ്ടിരിക്കുക. കാരണം മുകളിൽ ഒരു തൊപ്പി ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പണി ചെയ്യുന്ന മൊത്തം എവിടെ വേണ്ട, ഈ തള്ളവറിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് വേണ്ട, ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങോട്ട് സൈഡ് ചേർത്ത് തന്നെ ഇട്ട് നോക്കുക ഫസ്റ്റ് ഗിയർ. അതേപോലെ തന്നെ സൈഡ് ചേർത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ സെക്കൻഡ് ആക്കണം എന്നില്ല. നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ സമയത്ത് ആ സൈഡ് തന്നെ ചേർത്ത് ഫസ്റ്റ് ഗിയർ ഇടുന്നു, ആ സൈഡ് തന്നെ ചേർത്ത് തന്നെ എന്ത് ചെയ്യുക, നേരെ താഴേക്ക് കൊണ്ടുവന്നാൽ മതി. കേട്ടാ, നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ എന്ത് വീഴും, സെക്കൻഡ് ഗിയർ ആകും. അപ്പൊ അങ്ങനെ തന്നെ. അപ്പം നിങ്ങൾ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഗിയറിലേക്ക് നോക്കാൻ പാടില്ല. നേരെ ഫസ്റ്റ് ഇടുന്നു, അതേപോലെ തന്നെ നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടുന്നു. അപ്പം നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ വലത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. കാരണം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാനും. കാരണം നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഗിയർ ഇടുമ്പോൾ ക്ലച്ച് ചവിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ കൈ ഇരിപ്പുണ്ട്, സ്റ്റിയറിംഗിൽ ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ നോട്ടം ഇപ്പൊ ഇവിടെ നിൽക്കുന്ന റോഡിലാണ്. അപ്പൊ നമ്മളെ നോട്ടം റോഡിട്ട് നിൽക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, സ്റ്റിയറിംഗിൽ മറ്റേ കൈ ഇരിക്കുന്നു. ഇതുണ്ടല്ലേ, അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് തന്നെ അറിയാം, വണ്ടി വീട്ടിൽ കിടക്കുന്ന സമയത്ത് എങ്ങോട്ടും പോകില്ല, വണ്ടി ഓഫിലാണ്, നമുക്ക് തന്നെ അറിയാം. കാരണം ഹാൻഡ് ബ്രേക്ക് കിടക്കുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഉറപ്പുണ്ട്. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നത്, പേടിക്കാതെ, കാരണം നമ്മുടെ മറ്റേ കാലം ഇരിപ്പുണ്ട്, ബ്രേക്കിൽ വെക്കണം. ആ ബ്രേക്കിലും വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് അഥവാ നമുക്കിപ്പോ സെക്കൻഡ് ഗിയർ ആയില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. അപ്പൊ നമുക്ക് ആ കൈക്ക് ബാലൻസ് കിട്ടും. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ്. അതേപോലെ നമ്മുടെ തേർഡ് ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമുക്ക് ഗിയറുകൾ വീഴാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എവിടെ കിടക്കുന്ന ഒരു ഗിയർ ആണെങ്കിലും സ്ട്രെയിറ്റ് എടുത്ത് വിട്ടാൽ മതി. അത് കറക്റ്റായിട്ട് എവിടെ വരും, സെൻട്രിൽ വരും.
അവിടെ നിന്നാണ് നമ്മൾ ഓരോ ഗിയറിലേക്ക് അടുത്ത ഗിയറിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ സെക്കൻഡ് ഗിയർ കിടക്കുന്നിടത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടണ്ട, നിങ്ങൾ സ്ട്രെയിറ്റ് എടുത്ത് ഒറ്റ തട്ട് കണ്ട എവിടെ വന്നു, ഇവിടെ തട്ടിക്കൊണ്ട് ഇവിടെ മുതൽ ഇവിടം വരെ ഇവിടെ തന്നെയാണ് ന്യൂട്രാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തട്ടി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും, സെൻട്രി വരും. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് തന്നെ ഇടുക. കണ്ട തേർഡ് ഗിയർ വീടും. അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 വിരലും കൊണ്ട് കാണിക്കുന്നത്, നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതേടാ സ്ട്രെയിറ്റ് ഇട്ടു. അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുമെന്ന് വെച്ചാൽ അതാണ് തെറിച്ച് കയ്യിൽ നിന്ന് പോകും. കാരണം നമ്മൾ കൂടുതൽ പലരും എന്ത് ചെയ്യും, കണ്ട് ഈ ഒരു ഭാഗം കൊണ്ടാണ് ഗിയറുകളൊക്കെ ഇടുന്നത്. അപ്പം പലർക്കും തുടക്കക്കാർക്കൊക്കെ അവിടെ തെറ്റും. കാരണം ബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിരലിന്റെ ആവശ്യം പോലും ഇല്ല, ഒരു സൈഡിന്റെ ഒരു തുമ്പ് പോലും മതി ഒരു ഗിയർ ഇടാൻ. കണ്ട ഒരു തുമ്പ് മതി. അപ്പൊ നമുക്കത് ബാലൻസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്, അതായത് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റിപ്പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ഭാഗം കൊണ്ട് ചെയ്യരുത്. അപ്പൊ നമ്മൾ നേരെ നമ്മൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ട സെൻട്രിൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്ത് വിടുക, ഇങ്ങനെ എടുത്ത് വിട്ടു കണ്ട, ഇങ്ങനെ എടുത്ത് വിട്ടു, നേരെ സെൻട്രിൽ വരും. അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം മാത്രം തിരക്ക് പിടിക്കരുത്. കാരണം നമ്മൾ സെക്കൻഡ് ഗിയർ ഇടുമ്പോഴും പലർക്കും സെക്കൻഡും തേർഡ് ഇടുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. തിരക്ക് പിടിക്കാതെ തന്നെ അങ്ങനെ സൈഡോടി കൊണ്ടുവന്നു ചേർത്ത് തന്നെ താഴെ ഇടുന്നു സെക്കൻഡ് ഗിയർ. ഇതേണ്ട നേരെ സ്ട്രെയിറ്റ് എടുത്ത് വിടുന്നു, സെൻട്രിൽ വരുന്നു തേർഡ്. നമുക്ക് ഫോർത്തും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോകുന്നില്ല, നേരെ സ്ട്രെയിറ്റ് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. അപ്പം ഈ സെക്കൻഡ് തേർഡും ഫോർത്തും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ ഗിയറിൽ നിന്നവർക്ക് വലിയ പാടൊന്നും വരുന്നില്ല. അത് പിന്നെ പ്രത്യേകിച്ച് കാണിച്ചു തരണമൊന്നുമില്ല, എങ്കിലും ഞാൻ കാണിക്കാം. അതായത് നമുക്ക് ഇങ്ങോട്ട് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ ഈ അണിവിരൽ കൊണ്ട് ഈ ഒരു ഭാഗം കൊണ്ടാണ് ഇങ്ങോട്ട് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പൊ മേളിൽ ഒരു തൊപ്പി ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് പ്രസ് ചെയ്യുന്നു, ഈ സൈഡിൽ തന്നെ ചേർത്തിരുന്നു. അപ്പൊ നമ്മൾ സ്റ്റിയറിംഗ് ഒരിക്കലും വിടരുത്. സ്റ്റിയറിംഗ് പിടിച്ചെടുക്കുന്നതുകൊണ്ട് മാത്രം ഞാനിത് കൈ വിട്ടത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതി തന്നെ ഞാൻ പിടിച്ചുകൊണ്ട് തന്നെ ചെയ്ത് കാണിച്ചുതരാം. ഈ സൈഡ് തന്നെ ചേർത്തു, ഫസ്റ്റ് ഗിയർ ഇടുന്നു, സൈഡ് തന്നെ ചേർത്തു, സെക്കൻഡ് ഗിയർ ഇടുന്നു. നമ്മൾ കണ്ണ് നേരെ മുന്നോട്ട് തന്നെയാണ് കേട്ടോ. സ്ട്രെയിറ്റ് എടുക്കുന്നു, സ്ട്രെയിറ്റ് എടുത്ത് കഴിഞ്ഞാൽ സെൻട്രിൽ വരുന്നു, സെൻട്രിൽ നിന്ന് സ്ട്രെയിറ്റ് എടുത്തു തേർഡ് വിടുന്നു. അതുപോലെ തന്നെ സെൻട്രിൽ നിന്ന് എടുത്ത് നേരെ സ്ട്രെയിറ്റ് സെൻട്രലോട്ട് ഇടുന്നു, അറ്റത്തോട്ട് കൊണ്ടുവന്നു, സൈഡ് ചേർത്തിടുന്നു, സെക്കൻഡ് ഗിയർ വിടും. അതുപോലെ തന്നെ 5ാമത്തെ ഗിയർ ഇടുന്ന സമയത്താണ് തിരിഞ്ഞു, ഈ സൈഡ് തന്നെ ചേർത്ത് ഇങ്ങോട്ട് കൊണ്ടിരുന്നു, സൈഡ് ചേർത്തിടുന്നു 5. അതേപോലെ തന്നെ റിവേഴ്സ് ഇടുമ്പോഴും നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്തിടുന്നു. അപ്പം വേണ്ടതാണ് ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈ മലത്തി വെച്ചിരിക്കുന്നത് കണ്ടാ. സൈഡ് ചേർത്തിടുന്നു, റിവേഴ്സ് ഗിയർ ഇടുന്നു കണ്ടാ, കറക്റ്റായിട്ട് റിവേഴ്സും വീടും. അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് വലിയ വളവുകൾ ഇല്ലാത്ത റോഡുകളിൽ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും ഉണ്ടായി വീതി കൂടിയ റോഡുകളിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലാതെ ചുമ്മാ ഒരു 2ഓ 3ഓ ഗിയർ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ചുമ്മാ വളവുള്ള റോഡുകളിൽ അതിലേക്ക് പോയിട്ട് ഗിയർ ഇട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ഈ ഗിയർ ഇടാൻ പോകുമ്പോഴത്തേന് കയ്യിൽ നിന്ന് വണ്ടിയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ നിങ്ങൾ ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പം നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും നമുക്ക് തന്നെ അറിയാം, ഇതേ ഇങ്ങോട്ടോ അങ്ങോട്ടോ പിടിച്ചാൽ മാത്രമേ വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഗിയറിൽ മാറുന്ന സമയത്ത് ഇതിലേക്ക് മുറുകനാക്കി പിടിക്കും. അപ്പൊ ഏതെങ്കിലും ഭാഗത്തേക്ക് കൈ ഇരിക്കുകയാണ് കേട്ടാ, കാരണം നമ്മൾ സെൻട്രലല്ല കൈ ഇരിക്കുന്നത്, ഏതെങ്കിലും ഒരു ഭാഗത്താണ് കൈ ഇരിക്കുന്നത് കേട്ടാ. അപ്പൊ നമ്മുടെ കൈ അറിയാതെ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ സ്റ്റിയറിംഗ് അറിയാതെ ഏതെങ്കിലും ഭാഗത്തോടെ തിരിഞ്ഞ് എന്ത് ചെയ്യും, അങ്ങ് പോകും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ മുറുകെ പിടിക്കാതെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഗിയർ ഇട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ ഇങ്ങനെ ഗിയർ ഇട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും സ്റ്റിയറിംഗിൽ മുറുകെ പിടിക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ആ പൊസിഷൻ പോകേണ്ട റോഡുകൾ അനുസരിച്ച് നമുക്കിപ്പോ ഇവിടെ സെന്ററിൽ നിന്നാൽ നമുക്ക് ഒന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ കയറിപ്പോയാൽ നമുക്ക് ഒന്ന് വീഴത്തില്ല. ഈ വഴി കൂടെ പോയാൽ എത്തിയത്തുള്ളൂ ഒന്ന് വീഴത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമേ പോകേണ്ട പോയിന്റുകൾ എവിടെയാണ്, ഏത് ഗിയറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത് ഏത് ഭാഗത്താണ് കിടക്കുന്നത്, അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ആ ഗിയർ പോകേണ്ട ഭാഗത്തേക്ക് നമ്മുടെ കൈ അതേ രീതി തന്നെ ആ പൊസിഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കൈയുടെ വിരലിന്റെ പൊസിഷൻ എങ്ങനെയാണ് വെക്കേണ്ടത്, ആ പൊസിഷൻ അനുസരിച്ച് മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗിയറിലേക്ക് തന്നെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യും, തെറ്റാതെ തന്നെ ഗിയറിട്ട് ഒരു വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചു തന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ഞാൻ ആ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തൊരു യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുക. കാരണം പലരും ഇതുപോലെ ഇരിക്കുന്നവരെ പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട്, അതുപോലെ പ്രയാസപ്പെട്ടിരിക്കുന്ന പലരും, അവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.